ഹെവൻസ് ആ ഒരു ടോക്കൺ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് നല്ല പാടുണ്ട്. കാരണം ഓൺലൈൻ മാച്ചസ് ആണ് കൂടുതലും വരുന്നത്. വേഴ്സസ് അറ്റാക്ക്, ഹെഡ് ടു ഹെഡ്, പിന്നെ ആകെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ AI മാച്ചാണ്. അപ്പോൾ ഈ 3 മാച്ചസിൽ ഏതൊക്കെ കളിച്ചാലാണ് കൂടുതൽ ടോക്കൺ കിട്ടുന്നത്, അതേപോലെ അൺലിമിറ്റഡ് ടോക്കൺ കിട്ടുമെന്ന് വേറെ സംശയമുള്ളവരുണ്ട്. സോ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതേപോലെ തന്നെ ഈ ഒരു ഹെഡ് ടു ഹെഡ് മാച്ചൊക്കെ എങ്ങനെ ഈസി ആയിട്ട് വിൻ ചെയ്ത് 20 ടോക്കൺ തന്നെ നമുക്ക് കളക്ട് ചെയ്യാമെന്ന് ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടോക്കൺ കളക്ട് ചെയ്തതിന് ശേഷം ഏതിനകത്താണ് സ്പിൻ ചെയ്താൽ കൂടുതലും നമുക്ക് നല്ല നല്ല പ്ലേസിനെ കിട്ടാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഫുള്ളി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയ്ക്കും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നമ്മൾ മറ്റ് ഗെയിമിംഗ് കണ്ടൻസുകളെല്ലാം ഇടുന്നതാണ്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഏകദേശം 100+ മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. സോ നിങ്ങൾക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തൊരു ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാ ലിങ്കും ആ ഒരു ഡിസ്ക്രിപ്ഷനിലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, സെക്കൻഡ് ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതെല്ലാം ഒന്ന് ചെയ്യുക. പിന്നെ നമ്മളൊരു സെയിൽ ഗ്രൂപ്പ് കൂടെ തുടങ്ങാൻ ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ടൊക്കെ സെല് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്കൊരു സെയിൽ ഗ്രൂപ്പ് തുടങ്ങാം. സോ എൻ്റെ ഓൺ ബ്രാൻഡിങ്ങിൽ ഞാൻ ഒരു സെയിൽ ഗ്രൂപ്പ്, എല്ലാ ഗെയിംസിൻ്റെ അക്കൗണ്ട് സെയിൽ ഗ്രൂപ്പ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളെ അഭിപ്രായം എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോയേക്കാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഗെയിമിൽ നമ്മൾ ടോട്ട്സ് അറീന എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. സോ ഒരു സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഇതിനെ പറ്റിയിട്ട് നല്ലൊരു ഈ ഒരു സെക്ഷനെ മാത്രം പറ്റിയിട്ടൊരു കണ്ടൻറ് ഇടാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇതിൽ മാച്ചസ് വിൻ ചെയ്താലേ നമുക്ക് ഈ ഒരു ടോക്കൺ കിട്ടത്തുള്ളൂ. വിന്നായാൽ 20 ടോക്കൺ, അതേപോലെ തന്നെ മാച്ച് ഡ്രോ ആയിക്കഴിഞ്ഞാൽ 10 ടോക്കണാണ്. അതേപോലെ അത് ഹെഡ് ടു ഹെഡ് കളിക്കുന്നവർക്കാണ്. വേഴ്സ് അറ്റാക്ക് ആണെങ്കിൽ വിന്നായി കഴിഞ്ഞാൽ 10 ടോക്കൺ, ഡ്രോ ആയിക്കഴിഞ്ഞാൽ 5 ടോക്കണാണ്. പിന്നെ നമ്മളെ AI ആയിട്ടുള്ള മാച്ചിന് 5 ടോക്കൺ വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏത് മാച്ച് കളിക്കണം, അതേപോലെ ഇതിൽ ഹെഡ് ടു ഹെഡ് ആയാലും വേഴ്സ് അറ്റാക്ക് ആയാലും ഒക്കെ വിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 3 ടോക്കണേ കിട്ടത്തുള്ളൂ. മറ്റേതൊക്കെ 2-3 ടോക്കൺ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം 3 ടോക്കണേ കിട്ടത്തുള്ളൂ. ആ ടോക്കൺ തീരുന്നിടം വരെ നമുക്ക് മാച്ചസ് കളിക്കാൻ പറ്റും. അറീന എനർജി എന്ന് പറഞ്ഞാൽ 3 ടോക്കണാണ് കിട്ടുന്നത്. ആ 3 ടോക്കൺ തീർന്നാൽ പിന്നെ ഈ മാച്ച് കളിക്കാൻ പറ്റില്ല. സോ പിന്നെ നമുക്ക് ഈ ഒരു ടോക്കൺ വേണമെങ്കിൽ 125 ജെമ്മോ അഥവാ 20 FC പോയിൻറ്റോ കൊടുക്കണം. സോ ഇത് രണ്ടും കൊടുത്തിട്ട് മേടിച്ചിട്ട് പിന്നെയും തോറ്റ് കഴിഞ്ഞാൽ അവിടെയും നഷ്ടമാണ്. സോ അപ്പം മാക്സിമം നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ 7 ടോക്കൺ ഉണ്ട്, അത് ഞാൻ അടുപ്പിച്ച് ക്ലെയിം ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് കളിച്ച് തീർക്കുന്നതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ഒരു ടിപ്പായിട്ട് എടുക്കാം. നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും 3 ടോക്കൺ, എനിക്കൊന്ന് ഒരു ദിവസം 2 വട്ടമായിട്ട് 6 ടോക്കൺ വെച്ചിട്ടാണ് കിട്ടും. സോ അങ്ങനെ കിട്ടുന്നത് ദിവസം കളിച്ച് തീർക്കാതെ കൂട്ടി വെച്ചിട്ട് വീക്ക്ലി വൺസ്, അതായത് വെള്ളിയാഴ്ച കൊണ്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കത് നല്ലൊരു ഡീലായിരിക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് മാച്ച് കളിക്കണം. സോ അതേ കണക്ക് തന്നെ ഏതൊക്കെ എടുത്താൽ എങ്ങനെയൊക്കെ ജയിക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം ഇതിൽ ഏതിൽ സ്പിൻ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ കാർഡുകൾ കിട്ടാൻ ചാൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഇത് 30 വട്ടം കംപ്ലീറ്റ് ചെയ്താൽ ഈ 3 കാർഡുകൾ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 കാർഡുകൾ ഏതാണ് നല്ലതെന്നും കൂടെ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് പറയാം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ ഏതെടുക്കണം, ഇതിൽ ഏത് മാച്ച് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാച്ച് എന്ന് പറഞ്ഞ സെക്ഷൻ, അതായത് നമ്മളെ AI ആയിട്ടുള്ള മാച്ച് ഡയറക്റ്റ് കട്ട് ചെയ്ത് തരാം. മാച്ച് വിന്നാവും, ഡയറക്റ്റ് കട്ട് ചെയ്ത് തരാമെന്നല്ല ഞാൻ പറയാം. നിങ്ങൾക്ക് വേഴ്സ് അറ്റാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളൊരാളാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വേഴ്സ് അറ്റാക്ക് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ടോക്കണാണ്. അഥവാ ജയിക്കത്തില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്കോഡിനെ ആദ്യം നിങ്ങൾ വിലയിരുത്തണം. കാരണം നിങ്ങളെ സ്കോഡ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വേഴ്സ് അറ്റാക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളുടെ സ്കോഡ് ഒരു പന്ന സ്കോഡാണെങ്കിൽ നിങ്ങൾക്ക് വേഴ്സ് അറ്റാക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അപ്പോൾ നിങ്ങൾ വേഴ്സ് അറ്റാക്ക് പോയി ഒരു ലക്ക് പരിശീലനിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് ഉറപ്പാണ്. ഇതിലെ AI വലിയ പാടുള്ള AI അല്ല. സോ ഇത് ഒപ്പോണൻ്റ് AI ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു 5 ടോക്കൺ കിട്ടുമെന്ന് 100% ഫിക്സഡ് ആണ്. പക്ഷേ ഇവിടെ വേഴ്സ് അറ്റാക്കി നോക്കുകയാണെങ്കിൽ ഫിക്സഡ് അല്ല. കാരണം ചിലപ്പോൾ മാച്ച് നിങ്ങളെ സ്കോഡ് അനുസരിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഡ്രോ ആവാം, ചിലപ്പോൾ വിന്നാവാം. വിന്നായി കഴിഞ്ഞാൽ 10 ബമ്പറാണ്. വിന്നായില്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല. ഇവിടെ നമുക്ക് AI ആയിട്ടുള്ള മാച്ച് ഫുള്ളി വിന്നാവും നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ സ്കോഡ് നല്ലതാണെങ്കിൽ നിങ്ങൾ വേഴ്സ് അറ്റാക്കിന് പോവുക. നിങ്ങളുടെ സ്കോഡ് അത്ര നല്ല സ്കോഡല്ല, നിങ്ങൾക്ക് തോക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പാണെങ്കിൽ AI ആയിട്ടുള്ള മാച്ചിന് പോവുക. സോ ഈ രണ്ടിൽ ഏതാണെന്ന് നിങ്ങളുടെ സ്കോഡിനെ അനുസരിച്ചാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. പിന്നെ ഹെഡ് ടു ഹെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ജയിച്ചാൽ 20 ടോക്കണും, ഡ്രോ ആയിക്കഴിഞ്ഞാൽ 10. ഇവിടെയും സ്കോഡാണ് മുഖ്യ കാര്യം. സോ ഇവിടെ നിങ്ങൾ സ്കോഡ് നല്ലതാണെങ്കിൽ ഇതിൽ പോകണമെന്ന്, ഇതിൽ മൂന്നിലും കമ്പയർ ചെയ്യുമ്പോൾ
ഫാർ ബെറ്റർ ഹെഡ് ടു ഹെഡ് കളിക്കുന്നതായിരിക്കും. അതിപ്പോൾ സ്കോർ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ 20 ടോക്കൺ കിട്ടും. ഇവിടെ രണ്ടിടത്തും 5ഉം 10ഉം ഒക്കെ കിട്ടത്തുള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ 20 ടോക്കണാണ്. സോ ഇത് രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹെഡ് ടു ഹെഡ് കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ 2 ഓപ്ഷനിലോട്ട് പോകാം. വേഴ്സ് അറ്റാക്ക് മാച്ച് ഇപ്പോൾ അടുപ്പിച്ച് ഹെഡ് ടു ഹെഡ് അങ്ങ് തോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഞാൻ പറയാം, ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുത്തോണം. ഒരു 2 മാച്ച് അല്ലെങ്കിൽ ഒരു 3 മാച്ച് നിങ്ങൾ അടുപ്പിച്ച് ഹെഡ് ടു ഹെഡ് തോക്കുകയാണ്, നിങ്ങൾ ടോക്കൺ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മാച്ച് നിങ്ങൾ ഉറപ്പായിട്ടും വേഴ്സ് അറ്റാക്കേ കളിക്കാവൂ. കാരണം അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെയും തോറ്റുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വരുന്ന സ്കോഡുകൾ നല്ല നല്ല ഡാർക്ക് സ്കോഡുകൾ പിന്നെയും വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അടുപ്പിച്ച് 2 മാച്ചൊക്കെ തോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മാച്ച് വേഴ്സ് അറ്റാക്ക് പോയതിന് ശേഷം പിന്നെ ഹെഡ് ടു ഹെഡിലോട്ട് പോകാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ആദ്യം നല്ല രീതിക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ പിന്നെ ഇങ്ങനെ ഈ ഒരു ട്രെൻഡിലും കളിച്ച് നോക്കിയാൽ നൈസായിരിക്കും. ഒരു ഹെഡ് ടു ഹെഡ് മാച്ച് കളിക്കുക, അത് വിന്നായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേഴ്സ് അറ്റാക്ക് പോവുക, അത് വിന്നാവാൻ ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും ഹെഡ് ടു ഹെഡിലോട്ട് വരിക. അങ്ങനെ മാറി കളിക്കുക. അത് നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഈ 5ൻ്റെ ഒരു ആയിട്ടുള്ളൊരു മാച്ച് കൂടെ കളിക്കുക. അങ്ങനെ മിക്സഡ് ആയിട്ടും കളിക്കുന്ന നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. സോ ഇനി നിങ്ങൾ ഇതെല്ലാം വിന്നാവാനുള്ള ട്രിക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങണം. നിങ്ങൾ ടോട്സിൽ നിന്ന് ഇറങ്ങുക, നിങ്ങളെ ക്ലബ്ബിലോട്ട് പോവുക. ക്ലബ്ബിൽ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള സ്കോഡിൻ്റെ OVR എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ 92 അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒപ്പോണൻ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല നമ്മളെ നെറ്റിൻ്റെ സ്ട്രെങ്ത്തും ഇവിടെ എടുക്കുന്നതാണ്. നമ്മളെ സിഗ്നൽ MS എത്ര കിട്ടുന്നുണ്ട്, നമ്മളെ MSനോട് അനുകൂലിച്ചുള്ളൊരു MS ഉള്ള പ്ലെയർ ആയിരിക്കും നമുക്ക് ഒപ്പോണൻ്റായിട്ട് വരുന്നത് ഓൺലൈൻ മാച്ചിൽ. അപ്പോൾ നിങ്ങളെ നെറ്റ് ജസ്റ്റ് ആ ഒരു ടൈമിലൊന്ന് ജസ്റ്റ് സ്ലോ ആയിട്ട് റേഞ്ച് കുറവുള്ള സ്ഥലത്തോട്ട് പോയിരുന്നാൽ നിങ്ങൾക്ക് ഓപ്പോണൻറ്റിനെ കിട്ടുന്ന ആ ഒരു റേഞ്ചുള്ള ആളായിരിക്കും. അതിനുശേഷം ഇച്ചിരി റേഞ്ചുള്ള സ്ഥലത്തോട്ട് വരുന്ന ഓപ്പോണൻറ്റ് നെറ്റ് കട്ടായിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് നൈസായിട്ട് കളിക്കാനും പറ്റും. ഓക്കെ, അതും നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്കോഡ് ജസ്റ്റ് ഒന്ന് OVR അങ്ങ് കുറയ്ക്കുക. OVR നല്ല രീതിക്ക് കുറയ്ക്കുക. പിന്നെ നിങ്ങൾ നല്ല പ്ലേയേഴ്സൊന്നും ഇല്ലെങ്കിലും സ്കിൽഡായിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയൊരു ടീം അങ്ങ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. പുതിയൊരു ടീം അങ്ങ് എഡിറ്റ് ചെയ്യുക. ലൈനപ്പ് 2 കൊണ്ടുവരിക. അതിൽ ഫുള്ള് ബോട്ട് പ്ലേയേഴ്സിന്, അതായത് ബേസ് കാർഡൊക്കെ വെച്ചിട്ടൊരു സ്കോഡ്, ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് സ്കോഡ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾക്ക് എതിര് വരുന്നത് ഒരു ബിഗിനർ ആയിരിക്കാം. ഒരു ബിഗിനർ എതിര് വന്നിട്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള പ്ലെയറിൻ്റെ കൂടെ മാച്ച് കളിച്ചാൽ അറിയാമല്ലോ, നിങ്ങളെ വിൻ ചെയ്യത്തുള്ളൂ. പിന്നെ കുറച്ച് ലക്കും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് OVR കുറയ്ക്കുക. ബാക്കി പ്ലേയേഴ്സിനെ, നല്ല പ്ലേയേഴ്സ് എല്ലാം പിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ട് കുറച്ച് ബേസ് കാർഡുകൾ എടുത്ത് ആക്റ്റീവ് ലൈനപ്പിൽ വെച്ചതിന് ശേഷം മാച്ച് തുടങ്ങിയതിന് ശേഷം എതിരെ വരുന്നവൻ്റെ സ്കോഡ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നല്ല പ്ലേയേഴ്സിനെ ഇറക്കിയിട്ട് കളിക്കുക, വിൻ ചെയ്യുക. അതാണ് നിങ്ങൾ ഹെഡ് ടു ഹെഡിൽ ചെയ്യാനുള്ള ഒരേ ഒരു ട്രിക്ക് എന്ന് പറയാനുള്ളത്. സോ ഇത്രയാണ് എനിക്ക് മാച്ച് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഈ മാച്ച് കളിച്ച് നമ്മൾ ഈ ഒരു ടോട്സ് അറീന എന്ന് പറഞ്ഞ ടോക്കൺ കിട്ടിയാൽ അതിൽ എവിടെ സ്പിൻ ചെയ്യണമെന്നായിരിക്കും ഇനി അടുത്ത ഡൗട്ട്. എവിടെ സ്പിൻ ചെയ്താലായിരിക്കും റിവാർഡ് കിട്ടാൻ സാധ്യതയെന്നായിരിക്കും അടുത്ത ഡൗട്ട്. സോ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഈ 2 സെക്ഷൻ ഉണ്ടല്ലോ, 30ൻ്റെ 2 സെക്ഷൻ തൊടിയേ ചെയ്യരുത്. 30, 20 തൊടിയേ ചെയ്യരുത്. കാരണം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ സ്ഥാനത്ത് നിങ്ങൾ ടോട്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ടോട്സ് അല്ലാതെ പഴയ ഏത് ഇവൻറ്റിലെ കാർഡുകൾ വേണമെങ്കിലും കിട്ടാം. അതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ആക്റ്റീവ് ഭയങ്കര ഇത് കാണിക്കും, ടോട്ടിയൊക്കെ കാണിക്കും, പക്ഷേ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ സ്ഥാനത്ത് നിങ്ങൾ കൂടുതൽ ഈ 300ൻ്റെതിലൊക്കെ ഫോക്കസ് ചെയ്താൽ ഗ്യാരൻറ്റീഡ് റിവാർഡായിട്ട് തോട്ട്സിൻ്റെ ഒരു 92 തൊട്ട് 99 പ്ലെയർ പറയുന്നുണ്ട്. മിക്സഡ് ആയിട്ടുള്ള ഒരു 75 തൊട്ട് 99 പ്ലെയർ പറയുന്നുണ്ട്. 1 ലക്ഷം കോയിൻ പറയുന്നുണ്ട്. 65 തൊട്ട് 74 വരെ ബേസ് കാർഡ് പറയുന്നുണ്ട്. അതേപോലെ 40ൻ്റെ നോക്കുകയാണെങ്കിൽ 85, 99 വരുന്നുണ്ട്. നിങ്ങൾ 300ൻ്റെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് 40 നോക്കുക. അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു 30ൻ്റെ നോക്കുക. 20ൻ്റെ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 20ലോട്ട് വരുമ്പോൾ 75 തൊട്ട് 99 വരെയാണ് അവർ ഗ്യാരൻറ്റീഡ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അത്രയും ലക്കുള്ള ആളാണെങ്കിലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് 2 ഏതെങ്കിലുമാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 84, 99 ഗ്യാരൻറ്റീഡ് റിവാർഡ് വരുന്നത് നോക്കുക. അവിടെ 1 ലക്ഷം കോയിനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്യാരൻറ്റി റിവാർഡ് 84 തൊട്ടുള്ള കാർഡ് കിട്ടുമെന്നുള്ളൊരു ആശ്വാസം. മറ്റേടത്ത് 75 അവന്മാർ ആപ്പ കാർഡ് അടിച്ച് തരും. സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 300 ആദ്യം തൊട്ട് ഇവിടുന്ന് നിങ്ങൾ തുടങ്ങുക. പിന്നെ നിങ്ങൾക്ക് ഇതെടുക്കണമെന്ന് ഞാൻ പറയത്തതേ ഇല്ല. ഒരിക്കലും ഈ ഒരു യൂണിവേഴ്സൽ റാങ്കപ്പ് കാർഡ് എടുക്കരുത്. കാരണം വെറുതെ 300 ടോക്കൺ കളയേണ്ട. ആ 300 ഇവിടെ സ്പിൻ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ കിട്ടും. ഇതെന്തായാലും ഇഷ്ടംപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഒരു റാങ്കപ്പ് കാർഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അതിലോട്ട് നിൽക്കണ്ട, അത് നോക്കിയേ വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് അത് ഫുള്ളി അങ്ങ് ക്യാൻസൽ ചെയ്തേക്കുക. ബാക്കി 4 എണ്ണത്തിൽ
ആദ്യത്തേത് ക്യാൻസൽ ചെയ്തേക്കുക. ബാക്കി നടുക്കിയിരിക്കുന്ന 3 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളെ ടോക്കൺ അനുസരിച്ച് സ്പിൻ ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഏതിലൊക്കെ കാർഡുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇന്ന് വൈകിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചിന്തിക്കാവുന്നതാണ്. സോ പിന്നെ നമ്മളൊരു സെയിൽ ഗ്രൂപ്പ് തുടങ്ങാൻ ഇങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ സെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാൻ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ 3 കാർഡുകൾ ഏതാണോന്ന് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. സോ അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണ് ഏതെടുക്കണമെന്ന്. ഞാൻ എടുക്കുന്നത് റൊമേറോയുടെ കാർഡായിരിക്കും. ബാക്കി 2 കാർഡ് കൊള്ളത്തില്ലെന്നല്ല, ബാക്കി 2 നല്ലതാണ്. സോ എന്തായാലും ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേ കണക്ക് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഓളിലൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്മുടെ ക്ലൗഡ് സോഴ്സ് സൈനിങ് ഔട്ട്.